നല്ലൊരു ഇവന്റിന് പോകുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ട് ഒരുങ്ങാന്ന് കരുതി നമുക്ക് ഫസ്റ്റ് ലെൻസ് വെക്കാം. ലെൻസ് വെച്ച് എല്ലാം ഒരുങ്ങി കഴിയുമ്പോൾ റെഡിയാവും. എങ്ങോട്ടാ പോണേ? Mau Entertainment Awards 2025. ഓ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സിന് പോവാണ്. യെസ്, അവർ റിഹേഴ്സൽ ചെയ്യുന്ന ടൈമിലൊക്കെ കുറെ ഒരു സെഗ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മാളൂട്ടീന്റെ ഇമ്മിണി വലിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മഴവിൽ മനോരമയിൽ വരും. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ ഷൂട്ടിലൊക്കെ ആയിരുന്നു ഞങ്ങള്. ഇന്നാണ് ഷോ ഉള്ളത്. അപ്പൊ ഷോയ്ക്ക് ഞങ്ങൾ പോകുമ്പോ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് തന്നെ. അതെ, ലാലേട്ടൻ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കും അറിയില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമുക്ക് കാണാം. അപ്പം ഇന്നും മാളൂസിന് അവിടെ വർക്ക് ഉണ്ട്. അപ്പൊ നമ്മളും എന്തായാലും നല്ലൊരു ഇവന്റിന് പോകുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ട് ഒരുങ്ങാന്ന് കരുതി. അതുകൊണ്ടൊരു ഗെറ്റ് റെഡി വിത്ത് വീഡിയോ ചെയ്യാന്ന് കരുതി. പിന്നെ അത് നമുക്ക് ആലോചിക്കാം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് യെസ്. അപ്പോ പക്ഷെ മൂവിക്കാക്ക് മെല്ലെ വെച്ചാലും മതി, കാരണം ഞങ്ങൾ ഒരുങ്ങി കഴിയുന്നവരെ ഇഷ്ടം പോലെ സമയം മൂവിക്കാക്ക് പരിപാടി. ഈ ഷാൾ ഇതല്ലട്ടെ, ഡ്രസ് ഇതാണ്. ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. പക്ഷെ ഷാള് വേറെയാണ്. ഈ കളറാണ് ഷാള്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഒരുങ്ങാൻ തുടങ്ങാം. മാളൂസിന് എന്തായാലും അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ടീഷർട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറിൽ തന്നെ ടീഷർട്ടും പാന്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ അതെ, അതായത് മാളൂസിന്റെ അബ്ബന്റെ കസിൻ. അപ്പൊ മാളൂസ് ഈ ഡ്രസ്സാണ് ഇടുന്നത് ഇപ്പൊ. ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്ന് അവിടുത്തെ ഒരു സിറ്റുവേഷൻ പോലെയൊക്കെ ഡ്രസ്സ് നമ്മൾ മാറ്റി കൊടുക്കുന്നതായിരിക്കും. വേറൊരു ഫ്രോക്ക് ഒക്കെ ഉണ്ട്, അതും ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഒരുങ്ങാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ലെൻസ് വെക്കട്ടെ, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മാളൂസിന്റെ സ്കിൻ കെയർ ഒക്കെ മാളൂസ് സ്വന്തം ചെയ്യും കേട്ടോ. ബാക്കിയൊക്കെ ഇല്ല 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 ഇല്ല, ബാക്കി മമ്മ കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ലെൻസ് വെക്കാം. സ്കിൻ കെയർ ഹെയർ ബാൻഡ് ഇടാം നമുക്ക്. ഈ ലെൻസ് വെക്കല് എനിക്ക് വലിയ ശീലമല്ല. ഞാൻ അന്നൊരു തവണ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഫംഗ്ഷന്. പിന്നെ ഷോയിലൊക്കെ പോകുമ്പോ അവര് വെച്ചിരുന്നായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ സ്വന്തം വെക്കണത് വെക്കാൻ പറ്റുന്നില്ല. മമ്മ അപ്പം ലെൻസ് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്. A little bit of moisturizer is good. മോയ്സ്ചറൈസർ ഇടാണ് ഞാൻ. ലെൻസ് ഇല്ല, ഒരെണ്ണം വെച്ചോട്ടാ, എങ്ങനെയെങ്കിലൊക്കെ വെച്ചോ. അയ്യോ, അടുത്ത ലെൻസ് വെക്കാൻ പോവാണ്. അയ്യോ, ഫൈനലി ഞാൻ വെച്ച് കഴിഞ്ഞു. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴാണ് കണ്ണ് റെഡി ആവുന്നത്. മൂവിക്കാക്കെ വെച്ചോടോ ആ മൂവി. പക്ഷെ എനിക്ക് ഇഷ്ടമായി ലെൻസ് വെച്ചത്. മൂവിക്കാരനെ കാണാൻ ഒരു വില്ലൻ ലുക്ക്. എല്ലാം ഒരുങ്ങി കഴിയുമ്പോ റെഡിയാവും. ഞാനിതൊന്ന് റെഡി ആയിട്ട് വരാം. ഞാൻ ഇത്രയും ഇടങ്ങാറായി എന്തിനാ അത് ഇടുന്നത് നിങ്ങൾ വിചാരിക്കും. ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മള് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ പോലും ചെയ്തില്ല, പിന്നെന്താ. പക്ഷെ കുറച്ചു നേരം ഒരു നീറ്റുണ്ടാവും. അത് കഴിയുമ്പോ ശരിയാവും. എന്റെ മിറർ കണ്ട, എന്റെ മിററിൽ എന്റെ ഫോട്ടോ ഉണ്ട്. ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാന്ന് കരുതി. പക്ഷെ സ്കിൻ കെയർ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോവാണ്, കാരണം നമുക്ക് ടൈം ഇല്ല. അതുകൊണ്ട് സ്കിൻ കെയർ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. സ്കിൻ കെയർ ചെയ്യുമ്പോൾ കണ്ണിന് കുറച്ച് വെള്ളം വന്നാലും സാരമില്ല. അപ്പൊ നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ കംപ്ലീറ്റ് സ്കിൻ കെയറും വേണമെന്നില്ല കേട്ടോ. മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസറും പ്രൈമറും ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു കംപ്ലീറ്റ് സ്കിൻ കെയറും മേക്കപ്പും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോണർ യൂസ് ചെയ്യാം. ടോണറും കണ്ണുനീരും ഒക്കെ ബ്ലെൻഡ് ചെയ്യും.
സൺ പ്രൊട്ടക്ഷൻ തേക്ക് അല്ല അല്ല പൗഡർ ഇട. നടക്കുന്നില്ലല്ലോ. നമ്മള് സെയിം ലെൻസ് ആണല്ലോ വാങ്ങിയത്. ഡാർക്ക് അല്ല, എന്റേത് ലൈറ്റ് കളറായി. അതെങ്ങനെ? ഞങ്ങള് സെയിം ലെൻസാ വാങ്ങിച്ചത്. ഒരുങ്ങി കഴിയുമ്പോ രസം അവിടെ ഇത് കണ്ട് പേടിച്ച് ലെൻസ് വെക്കൂല. പക്ഷെ എല്ലാവർക്കും ഒരു കുഴപ്പം. മുബീന്റെ നോക്ക് ഒരു കുഴപ്പമില്ല. ഞാനാണ് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് എന്താ അറിയില്ല, എനിക്കിങ്ങനെ കണ്ണില് കരട് പോയൊരു ഫീൽ ഉണ്ട്. എപ്പോഴും വെക്കുമ്പോ ഉണ്ടാവാറുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോ മാറും. ഉണ്ടോ? എന്റെ അനിയത്തിക്ക് അന്ന് ഞാൻ വെച്ചുകൊടുത്തപ്പോ അവൾക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവള് പെട്ടെന്ന് തന്നെ ഓക്കെ, ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മള് മുഖത്ത് ബാക്കിയെല്ലാം ഇട്ട് തുടങ്ങിയാൽ മതി. ടിഷ്യൂ ഉണ്ട്, നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ടിഷ്യൂ ടിന്നാണ് കേട്ടോ. ടിഷ്യൂ ബോക്സ്. നെക്സ്റ്റ് സൺ പ്രൊട്ടക്ഷൻ. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു എന്താ വൈറ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. പിന്നെ രണ്ടിലും ഞാനൊരു സംഭവം കാണിച്ചു തരാം. രണ്ടിലും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയും കേട്ടോ. രണ്ടിലും കഴിയും ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇത് പിന്നെ ഇതിന് രണ്ടിനും ഒരു ചെയിൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടിനും 2 ചെയിൻ. അപ്പൊ ഇനി സൺ പ്രൊട്ടക്ഷൻ തേച്ച് കഴിഞ്ഞ് പ്രൈമർ അപ്ലൈ ചെയ്യാട്ടോ. ജെൽ പ്രൈമർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രൈമർ ഇടാതെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് കാര്യമില്ല. ഇത് ജെൽ പ്രൈമർ, ഇത് ജെല്ലി പോലെ ഉണ്ട്. ജെൽ പ്രൈമർ വൈറ്റ് കളർ ബിഗു ബുബു ബിഗു ഡബ്ബ വന്നിട്ടുണ്ട്. നല്ല രസമല്ലേ കണ്ണ്? ഒരു വെറൈറ്റി. ഒരു 5 minutes വെയിറ്റ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ആവുന്ന പോലെ ആവട്ടെ. ഓക്കെ, പ്രൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇട്ട് മമ്മ. പിന്നെ മാളൂസ് ലിപ് ബാം തേച്ചില്ലല്ലോ, ലിപ് ബാം തേച്ചോ? ഓക്കെ ഗായ്സ്, ലിപ് ബാം തേച്ചു കൊടുക്കാം. ലിപ് ബാം തേക്കട്ടെ. മമ്മനെ കാണാൻ പ്രയത്നം പോയി. ദെൻ കൺസീലർ. കൺസീലർ ഞാൻ ഇങ്ങനെ കണ്ടോ കുറേ കുത്തും കോമയൊക്കെ ഉണ്ട് മുഖത്ത്, അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കും. മാളൂസിന്റെ അടുത്തതൊന്നുമില്ല. ഇനി മമ്മ ഒരുക്കി തരും. വേണ്ട വേണ്ട വേണ്ട, അത് ലാസ്റ്റ് മാളൂസ് വേണമെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടു. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ 2 ദിവസം കൺമഷി ഇട്ട കറുപ്പടക്കം എല്ലാം ഉണ്ട്. അവിടെയും ജസ്റ്റ് കൺസീലർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഐഷാഡോ. ആദ്യം ഞാനൊരു സ്കിൻ ടെക്സ്ചർ തന്നെ ഉള്ള ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം കുറച്ചൊരു ഗോൾഡൻ കളർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഡ്രസ്സിന് ചേരുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഐഷാഡോ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഹെവി ആയിട്ട് അറിയുന്ന പോലത്തെ കളറല്ല കേട്ടോ, ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇട്ടിട്ട് ഐലൈനർ വരയ്ക്കുമ്പം നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ദാറ്റ്സ് വൈ. ഇനി നമുക്ക് ഐബ്രോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഐബ്രോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാളും എന്തൊക്കെയോ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ജെൽ ലൈനറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐലൈനർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൈലൈറ്ററും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലഷിൻ്റെ കൂടെ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോണ്ടോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്ററും ബ്ലഷും ഞാൻ കവിളിൽ മാത്രമല്ല, കുറച്ച് നമ്മൾ നോസിൻ്റെ അറ്റത്തായിട്ടും അതുപോലെ താടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്കും കൂടെ വരുമ്പോഴാണ് ആ ഒരു മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരിക.
ഓക്കെ ഗായ്സ്, അപ്പം ഫൈനലായിട്ട് ഫൗണ്ടേഷൻ പൗഡർ കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് സെറ്റായി. എനിക്കിഷ്ടായി. മതി, ഈ കോംപ്ലിമെന്റ് മതി നമുക്ക്. ചില മേക്കപ്പ് ഒക്കെ ഉണ്ടാവില്ലേ നല്ലോണം അറിയുന്നവർ ചെയ്യുന്നത്, അങ്ങനെ തന്നെ ഉണ്ട്. ഇനി ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഹെയർ ഞാനിപ്പോൾ അടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ അഴിച്ചിടാന്നാണ് വിചാരിക്കുന്നത്. കാരണം അഴിച്ചിടുമ്പോൾ തന്നെ നല്ല ലെയറായി. ഇനി ഞാൻ മാളൂസിനെ എടുക്കട്ടെ. ഗായ്സ്, അങ്ങനെ ഞാൻ റെഡി. എൻ്റെ കണ്ണ് കണ്ടോ? എന്നെ കാണിക്കേ. മാളൂട്ടീനെ ഒരുക്കാണ്. എന്നെ കണ്ടോ? ഷാമിന്റെ മാളൂസിന്റെ ഒരേപോലെ ഡ്രസ് കണ്ടോ ഗൈസ്? ഞാൻ ഐബ്രോ ചെയ്താണ്. നീ എങ്ങോട്ടാ പോണേ? Mau Entertainment Awards 2025. ഓ, ആങ്കർ ചെയ്യാൻ പോവാ? യാ, ലാലേട്ടനെ ചെയ്യോ? ചെയ്യും. കിട്ടിയാ ചെയ്യും. ആരാണെങ്കിലും ചെയ്യാം. ആണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ വരും കേട്ടോ Of ഗൈസ്. course, eyeshadow ഇടാണ്. My favorite. അയ്യോ, എൻ്റെ ബ്ലാക്ക് ഇതും കൂടി ഇടുന്നു. അവിടെ പോയിട്ട് എന്തായാലും ഒന്നും കൂടി ഒരുങ്ങണം. ഷൈനി ഐസ് നോക്കുമെന്ന്. ഇനി സംസാരിക്കല്ലേ? സംസാരിക്കണ്ട കേട്ടോ മാളോ, സംസാരിച്ചാ പോയി. എന്താ മാളോ? ഇതാണ് നമ്മളെ മസ്കാര. ഇതിട്ടാല് കരച്ചിലുണ്ട് മാളൂസിന്. അത് വേണ്ട കേട്ടോ. അതാ കൊളാക്കി കൊളാക്കി. അത് ഞാൻ തുടച്ചോളാം. മേലക്ക് നോക്കുവോ മേഡം? കൊളാക്കി. അത് മാളോന്റെ മാളൂസ് ലിപ്സ്റ്റിക് ഇപ്പൊ ലൈറ്റ് ആയിട്ട് ഒരുങ്ങിയിട്ടുള്ളൂ. കാരണം ഇനി അവിടെ ചെന്നിട്ട് കോസ്റ്റ്യൂം ഒക്കെ മാറാനുണ്ട്. അപ്പൊ ഒരുങ്ങും. ഫൈനൽ ലുക്ക് കാണിച്ചു തരുന്നതാണ്. മാളുവിൻ്റെ ഹെയർ ചുമ്മാ അഴിച്ചിടുന്നുള്ളൂ കേട്ടോ ഇപ്പം. കാരണം ക്യാപ്പ് വെക്കുന്നുണ്ട്. പിന്നെ ബൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ കൂടെ ഈ ബൂട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നെയിൽ പോളിഷിൻ്റെ കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. അങ്ങനെ ഒരു കയ്യിൽ ഞാൻ ജസ്റ്റ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കേണ്ട ഒരു സിൽവർ കളറ്. അങ്ങനെ മാളൂട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണാടിയിലൊക്കെ പോയിട്ട് എല്ലാം സെറ്റല്ലേ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആള്. എനിക്കും നെയിലൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് കരുതി. അങ്ങനെ നെയിലും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. ഇതാണ് മൊബിക്കാക്കിന്റെ ഫൈനൽ ലുക്ക്. മാളൂസിന്റെ തൽക്കാലം മാളു ഇവിടെ ഉറങ്ങാണോ തൊപ്പിക്ക് തത്തിച്ച്? ഇതാണ് മാളൂസിന്റെ ഇപ്പത്തെ ലുക്ക്. പക്ഷെ ഇനി വേറെ ലുക്ക് വരാനുണ്ട്. 2 ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എത്രണ്ണം വേണമെന്നൊന്നും അറിയില്ല. നമുക്ക് അപ്പത്തെ ഇതൊക്കെ നോക്കിയിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതാണ് ഷാൾ കേട്ടോ. ഷാൾ ഇട്ടപ്പോ ഞങ്ങള് നല്ല മാച്ച് ആയില്ലേ? എന്താ? അപ്പൊ ഇനി ബാക്കി നമുക്ക് അവിടെ എത്തിക്കാം. അങ്കമാലി വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വരാൻ പോകുന്ന സ്റ്റാർസിന്റെ ഒക്കെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഓഡിയൻസ് ഒക്കെ വരാനുള്ള ടൈം ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞങ്ങൾക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് മാളൂസിനെ റെഡി ആക്കണം. അവിടെ ചെന്ന പാടെ തന്നെ പാറു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മാളു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടീനെ റെഡിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാളൂട്ടിക്ക് ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്ത് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മുഖത്ത് അധികം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ബാക്കിയൊക്കെ സെറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡാൻസേഴ്സൊക്കെ അവിടെ റെഡി ആവുണ്ടായിരുന്നു. അങ്ങനെ മാളൂസ് പോയി അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. മാളൂട്ടിക്ക് ഇത് ഇവിടെ റെഡ് കാർപ്പറ്റിലായിരുന്നു കേട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നത്. സ്റ്റാർസൊക്കെ വരുമ്പോഴാണ് അവൾക്ക് ഷൂട്ടുള്ളത്. അല്ലാത്ത ടൈമിൽ ചുമ്മാ നിൽക്കുമ്പോൾ ഞാൻ അവളുടെ വീഡിയോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബമ്പർചേരിയിൽ പരിചയപ്പെട്ടവരും ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിന്. അവരുടെ അടുത്തും പോയി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മാളു. മാളൂട്ടീൻ്റെ കൂടെ എപ്പോഴും ഒരു ക്യാമറമാൻ ഉണ്ടാകും. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവളുടെ കൂടെയുള്ള ആളാണിത്. ഇവിടെ ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഓരോരുത്തരും ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നേരം ആങ്കറിങ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാളൂട്ടീനെയും കൊണ്ട് ചായ കുടിക്കാൻ വന്ന്. ചായക്കടയിലേക്കല്ല, അവിടെ തന്നെ ചായക്കട പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാൻ ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ TV-യിൽ നമുക്ക് സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാംസും കാണാമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം മമ്മൂക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രോഗ്രാമിന്. ലാലേട്ടൻ വരും എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ കാണാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ലാലേട്ടൻ വന്നപ്പോൾ മാളൂസ് ഓടിപ്പോയി ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ ആങ്കറിങ് ചെയ്യുന്ന ടീമൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം മാളൂട്ടിക്ക് പുതിയൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചിഞ്ചു. റാണിയ എന്നാണ് ശരിക്കും പേര്. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ചിഞ്ചു റാണിയായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ചിഞ്ചു തന്നെയായിരുന്നു കേട്ടോ വിളിച്ചിരുന്നത്. അങ്ങനെ ആങ്കറിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകാമെന്ന് കരുതിയത്. അപ്പോൾ മാളൂട്ടിയാണെങ്കിൽ ഷെയ്നികത്തിൻ്റെയും ചാക്കോച്ചൻ്റെയും
ചാക്കോച്ചൻ്റെയും ഡാൻസ് കാണണമെന്ന് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കുറേ നേരം കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കുറേ ഡാൻസൊക്കെ അവൾക്ക് മിസ്സായി, കാരണം അവൾ ആങ്കർ ചെയ്യുന്ന ടൈമിലായിരുന്നു. അപ്പോൾ അതെങ്കിലും കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അതൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരമായി, പിന്നെ കുറച്ചു നേരം പ്രോഗ്രാംസ് ഒക്കെ കണ്ടിരുന്ന് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ പോവാണ്. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, കുറേ സ്റ്റാർസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ആയിട്ട് യൂട്യൂബിൽ മഴവിൽ മനോരമയുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് വരും. മാളൂട്ടി ചെയ്തതും വരും, അല്ലാതെ പ്രോഗ്രാംസിൻ്റെതും വരും. ഫസ്റ്റ് TV-യിൽ കാണിക്കും, പിന്നെ പ്രോഗ്രാംസിന്റെ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലിയറിൽ നന്നായിട്ട് കാണാൻ പറ്റും. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ചാനലിലും TV-യിലൊക്കെ വരുമ്പോൾ കണ്ടാൽ മതി. നമ്മളെ വീഡിയോ എന്തായാലും നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ. കാരണം ഇങ്ങനെ ഈ ഷോസ് ഒക്കെ നമ്മൾ TV-യിലല്ലേ പണ്ടൊക്കെ കാണാറുള്ളൂ. അപ്പൊ നേരിട്ട് ഇങ്ങനെ എല്ലാം കാണാം, ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്യുക. മാളൂസാണ് വർക്ക് ചെയ്യുന്നെങ്കിലും നമ്മളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാണല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ചാക്കോച്ചന്റെ ഡാൻസ് കഴിഞ്ഞ് അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ഫോട്ടോയും എടുത്ത് ചാക്കോച്ചന്റെ കൂടെ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു മാളു? പരിപാടിക്ക് അടിപൊളിയാണ്. ഞാൻ ലാസ്റ്റത്തെ ആ ചാക്കോച്ചന്റെ ഡാൻസ് കാണാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ചാക്കോച്ചനോട് അടിപൊളി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോ സമാധാനമായി. അതെ, അവക്ക് ഡാൻസ്, എല്ലാവരുടെയും ഡാൻസ് ഒക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് പെർഫോമൻസ് വന്നപ്പോ എഴുന്നേറ്റതാണ്. പിന്നെ മാളുവാണെങ്കിൽ എല്ലാവരുടെയും ഡാൻസ് കണ്ട് അവരെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടേ വരുള്ളൂ. അവ അവക്ക് പറയണം, ഡാൻസ് കണ്ടാലും പോരാ, അവക്ക് പറയണം പോയിട്ട് നന്നായിരുന്നു എന്ന് പറയണം. പിന്നെ കുറെ പേര് ഒരുങ്ങി വന്നതൊക്കെ കണ്ടിട്ട് അവർക്കും കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കണ്ടായിരുന്നു മാളു. കാരണം നല്ല രസമാണല്ലോ അവാർഡ് ഫംഗ്ഷന് ഹീറോയിൻസ് ഒക്കെ ഒരുങ്ങി വരുന്ന കാണാൻ. അപ്പൊ എന്തായാലും അതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്കും കാണാൻ പറ്റുന്നതാണ്. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. FB-യിലാണ് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. ബൈ ബൈ. മാളു ഒരു ബൈ പറയോ?